السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ദുറൂസുൽ ഹിക്കം പഠിതാക്കളെ, അൽ ഹിക്കമുൽ അതായിയ എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയുള്ള പഠന പര്യടന യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അൽ ഹിക്കമുൽ അതായിയ പഠന പരമ്പരയിലെ ഈ 19ാമത്തെ എപ്പിസോഡിൽ 18ാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. 18ാമത്തെ ഹിക്മത്തിൽ പറയുന്നത്, മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല നമുക്ക് നൽകുന്ന സന്ദേശം, ഇഹാലതുക അൽ അഅമാല അലാ വുജൂദിൽ ഫറാഗി മിൻ ഉഊനാത്തിൻ നഫ്സ്. എന്താണ് ഈ പറയുന്നതെന്ന് നോക്കാം. ആദ്യം പതിവ് പോലെ നമുക്കതിൻ്റെ ഈ ഹിക്മയിലെ മുഫ്രദാത്ത് അഥവാ പദങ്ങൾ പരിചയപ്പെടാം. ഇഹാലതുകൽ അഅമാൽ, അഹാല യുഹീലു എന്ന കർമ്മത്തിൻ്റെ ക്രിയയുടെ ഫിഅലിൻ്റെ മസ്ദറാണ് ഇഹാല. അഹാല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം റെഫർ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മാറ്റുക, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് നീക്കം ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഹാല എന്ന് പറയാം. ഹാല് എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. അപ്പോൾ അഹാല എന്ന് പറഞ്ഞാൽ അവസ്ഥയിലൊരു മാറ്റം ഉണ്ടാക്കുക, ഒരു ഇടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കുക. ഇതൊക്കെയാണ് ഇഹാല. സാങ്കേതികമായി ഇഹാല എന്ന പദം ഇപ്പം നിയമരംഗത്ത് നീതിന്യായ വകുപ്പ് രീതികളിലൊക്കെ ഇഹാല എന്ന പദം, അത് ഉദാഹരണം പറയാം, ഇഹാലത്ത് മറഫിൽ ഖുളിയ മിന ശുർത്ത ഇല നിയാബ ഔ ഇലൽ മഹ്കമ എന്നൊക്കെ പറയും. ഞാൻ പദം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയണം. അപ്പോൾ അഹാല യുഹൈലു എന്ന് പറഞ്ഞാൽ ആ ഒരു കേസ് ഫയൽ, ഒരു ഉദാഹരണം പറയാണ്, കേസ് ഫയൽ പോലീസിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് അല്ലെങ്കിൽ കോർട്ടിലേക്ക് ഫയൽ നീക്കുക എന്നതിനൊക്കെ ഇഹാലത്ത് ചെയ്യുക എന്ന് പറയാം, ഇഹാല ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് ഇഹാലൻ്റെ ഉദ്ദേശം? ഇഹാല എന്ന് പറഞ്ഞാൽ നീക്കുക എന്ന് തന്നെ, നീക്കുക. അൽ അമാലുകളെ നീക്കുക, ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് നീക്കുന്നതിനാണ്, സ്ഥാനചലനം നൽകുന്നതിനാണ് ഇഹാല എന്ന് പറയാം. അൽ അമാല കർമ്മങ്ങളെ എന്നർത്ഥം. കർമ്മങ്ങളെ നീക്കം ചെയ്യൽ, നീക്കൽ. അല വുജൂദിൽ ഫറാഗ്, അല എന്ന് പറഞ്ഞ മേൽ, വുജൂദ് ഉണ്ടാവൽ, അൽ ഫറാഗ് ഒഴിവ് സമയം, ഫറാഗ് ഒഴിവ്. അപ്പോൾ ഒഴിവ് ഉണ്ടാകലിൻ്റെ മേൽ, അല വുജൂദിൽ ഫറാഗ്, ഒഴിവ് ഉണ്ടാകലിൻ്റെ മേൽ അമലുകളെ നീക്കം ചെയ്യുക എന്നുള്ളത് മിൻ, അത് പെട്ടതാണ്, മിൻ തബൈദ്, മിൻ പെട്ടതാണ്. എന്തിൽ പെട്ടതാണ്? റുഊനാത്തിൻ നഫ്സി, നഫ്സിൻ്റെ റുഊനാത്തിൽ പെട്ടതാണ്. റുഊനത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് റുഊനാത്ത്. റൗന എന്ന ഒരു ഫിഅല്, റൗനർ റജുലു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം കാന അഹ്വജ ഫി മന്തിഖിഹി ഔ ഹമുഖ വതാശ ഫി ഖൗലിഹി ഔ ഫിഅലിഹി എന്നൊക്കെയാണ് ഭാഷാപരമായ അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാൾ വാക്കിലോ അവൻ്റെ പ്രവൃത്തിയിലോ ഒക്കെ വിഡിതം ചെയ്യുക, ബുദ്ധിയില്ലായ്മ ചെയ്യുക, അവിവേകം ചെയ്യുക, അല്ലെങ്കിൽ അവിവേകം പറയുക, ഇതൊക്കെയാണ് റൗന. അർഅൻ എന്ന് പറയും, വലതുൻ അർഅൻ. റൗനത്ത് ഐ ബിന്തുൻ റഅന, അതിൻ്റെ മുഅന്നസാണ്. അഹ്മഖ് ഹംഖ എന്ന് പറയുന്ന പോലെ. പ്രത്യേകിച്ച് അഹ്ലു തസവ്വുഫിൻ്റെ സാങ്കേതിക പദപ്രയോഗങ്ങളിൽ റഊനത്ത് എന്ന് പറഞ്ഞാൽ ഹമാഖത്ത് എന്നൊക്കെ അർത്ഥം. സൂഫിയാക്കൾ പലപ്പോഴും അവരുടെ പദപ്രയോഗങ്ങളിൽ റഊനാത്തുൻ നഫ്സ് എന്ന് പറഞ്ഞ് കാണാറുണ്ട്. സൂഫിയത്ത് റഊനത്തുൻ നഫ്സ് എന്ന് പറയുമ്പോഴുള്ള വിവക്ഷ അൽ വഖൂഫു മാ ഹുദൂദിൻ നഫ്സ് എന്നാണ്. അതായത് ശരീരത്തിൻ്റെ ഇച്ഛകൾക്കൊപ്പം നിൽക്കുക എന്നർത്ഥം.
നഫ്സിൻ്റെ ഇച്ഛകൾക്കൊപ്പം നിൽക്കുക എന്നാണ് സൂഫി ടെർമിനോളജിയിൽ അഹ്ലു തസവുഫിൻ്റെ ഉലമാഉ തസവുഫിൻ്റെ ഭാഷാ പ്രയോഗത്തിൽ പലപ്പോഴും റൊഴൂനത്ത് കൊണ്ടുള്ള താല്പര്യം അതാണ്. അൽ വഖൂഫ് മാ ഹുദൂദിൻ നഫ്സ്, അതായത് ഹുദൂദുൻ നഫ്സ് ഹല്ല് എന്ന് പറയില്ല നമ്മൾ, ശരീരത്തിൻ്റെ അഥവാ ശരീരേച്ഛയുടെ ഹല്ലുകൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണോ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ശരീരം പറയുന്നത് എന്താണോ അത് കേട്ട് നിൽക്കുക, ശരീരേച്ഛകളെ പിന്തുടരുക എന്നർത്ഥം. അവിടുന്ന് അപ്പുറം നോക്കാതിരിക്കുക. ഭാഷാപരമായി റൊഴൂനത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം വിഡ്ഢിത്തം, ഹമാഖത്ത് എന്നൊക്കെയാണ്. ഇനി എന്താണ് ഈ പറയുന്നത് എന്നതിൻ്റെ ഉദ്ദേശ്യത്തിലേക്ക്, അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. ഇനി എന്താണ് മഹാനായ ശൈഖ് അവർകൾ ഈ ഹിക്മത്തിലൂടെ പറയുന്ന സന്ദേശം എന്ന് നോക്കാം. ഇഹാലത്തുക്കൽ അമാല, അമലുകളെ നീ നീക്കുക എന്നുള്ളത്, അമലുകളെ, കർമ്മങ്ങളെ, അനുഷ്ഠാനങ്ങളെ, പ്രവൃത്തികളെ നീ നീക്കുക എന്നത്. നീക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇടത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത്, ഒരു സന്ദർഭത്തിൽ, ഒരു വേളയിൽ നടക്കേണ്ട അമലുകളെ ആ സമയത്ത് നടത്താതെ, അനുഷ്ഠിക്കാതെ, പ്രവർത്തിക്കാതെ അത് നീക്കം ചെയ്യുക, അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യുക. എവിടേക്ക് നീക്കുക? അലാ വുജൂദിൽ ഫറാഗ്, ഫാരിഗ് ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് ഉണ്ടാകുന്നതിൻ്റെ മേൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും മനുഷ്യൻ ചെയ്യേണ്ട അമലുകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന അനർഹ നിമിഷങ്ങളാണ് അവൻ്റെ ആയുസ്സിൽ ഓരോ സമയവും. അവൻ്റെ ദിനരാത്രങ്ങളിലെ ഓരോ നിമിഷവും അവന് അനർഹമാണ്. അപ്പോൾ സാധ്യമായ സമയങ്ങളിലൊക്കെ മനുഷ്യൻ അമലുകൾ, ഇബാദത്തുകൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ ചെയ്യണം. അത് ഓരോ സമയത്തും അതിൻ്റെ മുഖ്തദക്കനുസരിച്ച് കൊണ്ട് ചെയ്യേണ്ടതാണ്. ഓരോ സാഹചര്യത്തിലും അപ്പോൾ ചെയ്യേണ്ട അമലുകളുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. അത് ചെയ്യുന്നതിനെ ഫറാഗിൻ്റെ വുജൂദിൻ്റെ മേൽ ഇഹാല ചെയ്യുക, ഒഴിവ് ഉണ്ടാകുന്നതിൻ്റെ മേൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒഴിവില്ല, ഇപ്പം മറ്റു പല തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവുണ്ടാവട്ടെ, ഇതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് തിരക്കൊഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നീക്കി വെക്കുക എന്നുള്ളത്. ആശയം വ്യക്തമാകുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നീക്കുക. ഇന്ന് ചെയ്യേണ്ട ഒരു അമല് നാളേക്ക് വെക്കുക, ഇപ്പോൾ ചെയ്യേണ്ട ഒരു അമല് പിന്നേക്ക് വെക്കുക. ഇപ്പോൾ ചെയ്യാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അമല് ചെയ്യേണ്ട ഒരു അവസരമാണ്, എന്നാൽ അത് ഇപ്പോൾ ചെയ്യാതെ, ഇപ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞ്, ഇപ്പോൾ തിരക്കാണെന്ന് പറഞ്ഞ്, ഒഴിവുണ്ടാകുന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുക എന്നുള്ളത് മിൻ റൊഴൂനാത്തിൻ നഫ്സി, സൂഫി സാങ്കേതിക ഭാഷ, സൂഫി സാങ്കേതിക പദം എന്നുള്ള രീതിയിൽ റൊഴൂനത്ത് നമ്മൾ പറഞ്ഞല്ലോ, വഖൂഫു ഇൻദ ഹുദൂദിൻ നഫ്സ്. അപ്പോൾ അത് നഫ്സിൻ്റെ ശരീരേച്ഛകൾക്കൊപ്പം നിൽക്കലിൽപ്പെട്ടതാണ്, ശരീരത്തിൻ്റെ ഇച്ഛകളെ അനുസരിക്കുന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ മിൻ ഇത്തിബാഇൽ അഹ്വാ എന്നർത്ഥം. അല്ലെങ്കിൽ മിൻ റൊഴൂനാത്തിൻ നഫ്സി, ഭാഷാപരമായി റൊഴൂനത്ത് എന്ന് പറഞ്ഞ ഹമാഖത്ത്, ബുദ്ധിമോശം, വിവരമില്ലായ്മ, പാപ്പരത്വം, പോഴത്തം. ഇപ്പം നഫ്സിൻ്റെ പോഴത്തങ്ങളിൽ പെട്ടതാണ്. ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ദേഹിയുടെ, മനുഷ്യൻ്റെ, ആത്മാവിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഒരാളിൻ്റെ പോഴത്തത്തിൽപ്പെട്ടതാണ്, വിവരദോഷത്തിൽപ്പെട്ടതാണ്, വിവരക്കേടിൽപ്പെട്ടതാണ്, അറിവില്ലായ്മയിൽപ്പെട്ടതാണ്, വിഡ്ഢിത്തത്തിൽപ്പെട്ടതാണ് ഒരു സമയത്ത് ചെയ്യേണ്ട അമലുകൾ മറ്റൊരു സമയത്തേക്ക് ഒഴിവുണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നീക്കി വെക്കല്ലെന്നർത്ഥം. ഈ വിവരണത്തിൽ നിന്ന് ഈ ഹിക്മത്തിലൂടെ 18-ാമത്തെ ഹിക്മത്തിലൂടെ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ നമ്മളോട് പറയുന്ന ആശയം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ സമയം. ആ സമയം നമ്മൾ എന്തിനാണ് വിനിയോഗിക്കേണ്ടത്? ആ സമയം സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്. ഈ ലോകത്ത് നമ്മൾ ജനിച്ചത് തൊട്ട് മരണം വരെയുള്ള നമ്മുടെ ഈ ആയുസ്സാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ശേഷം വരുന്നതാണ്. നമ്മുടെ ഈ സമയം ഏറ്റവും വിലപ്പെട്ടത്, നമ്മുടെ ആയുസ്. ഈ ആയുസ് അല്ലാഹു തആല നമുക്ക് തന്നത് എന്തിനാണ്? മനുഷ്യൻ്റെ ജീവിതം എന്തിനാണ്? വളരെ വ്യക്തമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് സൂറത്തുൽ ദാരിയാത്ത് എന്ന അധ്യായത്തിൽ മനുഷ്യഭൂതവർഗങ്ങളുടെയൊക്കെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മനുഷ്യഭൂതവർഗങ്ങളെ, ഇൻസിനെയും ജിന്നിനെയും ഞാൻ പടച്ചത് എന്ന് അല്ലാഹു പറയാം. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും ഫഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹും ഇലൈഹി തുഹ്ശറൂൻ. സൂറത്തുൽ അൻഫാൽ 8:24. ഈ ആയത്തിലും ഒക്കെ ഇങ്ങനെ അനേകം ആയത്തുകളിലൂടെ
പരിശുദ്ധ ഖുർആനിൽ ഒരു ഒട്ടനേകം സ്ഥലങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി, ആ ലക്ഷ്യ സാഫല്യത്തിനു വേണ്ടി മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യണം, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം. ഓരോ സമയത്തും അവൻ ചെയ്യേണ്ട അമലുകളുണ്ട്, ഇബാദത്തുകളുണ്ട്. അത് ആ സമയങ്ങളിൽ തന്നെ ചെയ്തു പോവുക. കാരണം മനുഷ്യൻ്റെ കാര്യം, മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ കാര്യം, അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യം അനിശ്ചിതത്വം മാത്രമാണ്. എത്ര കാലം വരെ താൻ ജീവിച്ചിരിക്കുമെന്ന് ഒരു മനുഷ്യനും അറിവില്ലല്ലോ. ഒമാ തദ്രി നഫ്സുൻ ബി അയ്യി അർദിൻ തമൂതു ഇല്ലല്ലാഹ്. ഏത് ഭൂമിയിൽ എവിടം വെച്ച് എന്നതുപോലെ ഏത് സമയം എപ്പോ വെച്ചാണ് ഒരു നഫ്സിൻ്റെ മൗത്ത്, ഒരാളിൻ്റെ മരണം എന്നത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന മഫാത്തിഹുൽ ഗൈബിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ സമയങ്ങളൊക്കെ അമലുകൾക്ക്, ഇബാദത്തുകൾക്ക്, പടച്ചതമ്പുരാന്റെ തൃപ്തി സമ്പാദിക്കുന്നതിന് അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ എപ്പോഴും ശ്രദ്ധ വെക്കണം. അത് നീക്കി വെക്കുക എന്നുള്ളത് പലപ്പോഴും പല ആളുകളും നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാലടക്കം, ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിലെ ഏറ്റവും പ്രധാനമായ, മർമ്മപ്രധാനമായ കർമ്മങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ കാര്യം പറഞ്ഞാലടക്കം എല്ലാവരും പലരും പരാതിപ്പെടുക. ആ കാര്യം ഓർമ്മയിൽപ്പെടുത്തിയാൽ പറയാം, എനിക്കിപ്പോൾ തിരക്കാണ്, ഒന്ന് ഫ്രീ ആയിട്ട്, ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട്. എന്നാണ് മനുഷ്യൻ്റെ ഈ തിരക്കേറിയ ജീവിതയാത്രയിലെ ഈ തിരക്കുകളിൽ നിന്ന് അവനൊരു ഒഴിവ് കിട്ടുക? മരിക്കുമ്പോഴാണോ ഒഴിവ് കിട്ടുക? അപ്പോൾ ഒരിക്കലും തന്നെ അങ്ങനെ കാത്ത് ഇരിക്കാതെ, നീക്കി വെക്കാതെ, ഓരോ സമയത്തും സമയങ്ങൾ കണ്ടെത്തി സമയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ട അമലുകൾ അതത് സമയങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ്. നീക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. മിൻ റൊഊനാത്തിൻ നഫ്സ്. റൊഊനത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റൊഊനത്ത് എന്ന് പറഞ്ഞ ഹമാഖത്ത്, വിവരക്കേട്, ബുദ്ധിയില്ലായ്മ, വിവരദോഷം. അല്ലെങ്കിൽ റൊഊനത്തുൻ നഫ്സ്, സൂഫിയാക്കൾ പലപ്പോഴും റൊഊനത്തുൻ നഫ്സ് എന്ന പദം പ്രയോഗിക്കൽ അയ്യൽ വഖൂഫു ഇൻദ ഔ മഅ ഹുദൂദിൻ നഫ്സ്, ശരീരത്തിൻ്റെ ഹൊല്ലുകൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ശരീരേച്ഛകൾക്കൊപ്പം നിൽക്കുക, അതിനപ്പുറം പോവാതെ ശരീരം എന്താണോ പറയുന്നത്, ശരീരത്തിൻ്റെ അഹ്വാഹ്, ശരീരത്തിൻ്റെ ഇച്ഛ എന്താണോ ആവശ്യപ്പെടുന്നത് അവിടെ നിൽക്കുക. അതൊരിക്കലും തന്നെ മനുഷ്യനെ അമലുകൾ ചെയ്യാനോ ഇബാദത്തുകൾ ചെയ്യാനോ പ്രേരിപ്പിക്കാൻ സാധ്യത കുറവാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ശരീരേച്ഛകൾ എപ്പോഴും മലദാത്തിൻ്റെ, ഷഹവാത്തിൻ്റെ, സുഖ സൗകര്യങ്ങളുടെ, സുഖഭോഗങ്ങളുടെ പിറകെയാണ്. അതിനോട് യുദ്ധം ചെയ്തു വേണം, സമരം ചെയ്തു വേണം, അതിനെ തോൽപ്പിച്ചു വേണം സൽക്കർമ്മങ്ങളിലേക്ക്, അമലുകളിലേക്ക്, ഇബാദത്തുകളിലേക്ക് നഫ്സിനെ, അല്ലെങ്കിൽ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ നാം തിരിച്ചു കളയാം. ഒരുപാട് ഹദീസുകൾ ഈ വിഷയകമായി പരിശുദ്ധ ഖുർആനും ആയത്തുകളും ഒരുപാടുണ്ട്. ആയത്തുകളിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഓതിക്കേൽപ്പിച്ചു. അതുപോലെ തന്നെ ഹദീസുകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു ഹദീസ് ഉണ്ടല്ലോ, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, ഹയാതക ഖബ്ല മൗതിക്, വസിഹതക ഖബ്ല സുഖമിക്, വഫറാഗക ഖബ്ല ശുഗ്ലിക്, വശബാബക ഖബ്ല ഹർമിക്, വഗിനാക ഖബ്ല ഫഖ്രിക്. യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 അവസ്ഥകൾക്ക് മുമ്പ് 5 അവസ്ഥകളെ നീ മുതലെടുക്കുക. യഗ്തനമ എന്ന് പറഞ്ഞാൽ മുതലെടുക്കുക, ഉപയോഗപ്പെടുത്തുക. യഗ്തനിം ഖംസൻ, 5-ന്, ഖബ്ല ഖംസ്, 5-ന് മുമ്പ് എന്ന് പറഞ്ഞാൽ 5 അവസ്ഥകളെ, അവയുടെ നേരെ ഓപ്പോസിറ്റായ വിപരീത സ്വഭാവമുള്ള 5 അവസ്ഥകൾ വന്നണയും മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക. വിശദീകരിച്ചു പറയാം, ഹയാതക ഖബ്ല മൗതിക്, നീ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജീവിത കാലഘട്ടം, നിന്റെ ആയുസ് നീ ഉപയോഗപ്പെടുത്തുക, ഖബ്ല മൗതിക്, മരണത്തിൻ്റെ മുമ്പ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനുഷ്യന് അമലുകൾ ചെയ്യാനൊക്കെ ഇല്ല. അമലുകളുടെ ലോകം ഈ ദാറു തക്ലീഫാണ്, ദാറുൽ അമാൽ ഈ ദുന്യാവാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അമലും ചെയ്യാനാവില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഖി ലോകം, പിന്നെ ഉഖ്റവി ജീവിതമാണ്, അവിടെ പിന്നെ അമലുകളില്ല. അതുകൊണ്ട് തന്നെ മൗത്തിന് മുമ്പ് ഹയാത്തിനെ ഉപയോഗപ്പെടുത്തുക. വസിഹതക ഖബ്ല സുഖമിക്, ആരോഗ്യമുള്ള സമയം ഉപയോഗപ്പെടുത്തുക, പരമാവധി അത് ഉപയോഗപ്പെടുത്തുക. ഖബ്ല സുഖമിക്, രോഗകാലം വരുന്നതിന് മുമ്പ്. രോഗിയായാൽ പലപ്പോഴും പല അമലുകളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ജമാഅത്തായ നിസ്കാരമാവട്ടെ, കൃത്യസമയങ്ങളിലുള്ള നിസ്കാരമാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, തഹജ്ജുദാവട്ടെ, നോമ്പുകളാവട്ടെ, സുന്നത്തോ ഫർളോ, അമലുകളൊന്നും ചെയ്യാൻ പിന്നെ രോഗിയായ പക്ഷെ കഴിയില്ല. രോഗിയായ പിന്നെ ഉദറുണ്ട്, പക്ഷെ രോഗിയായാൽ കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കി ആരോഗ്യ സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തുക. ആരോഗ്യമുള്ള സമയം അതിന് മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കാതെ ഉപയോഗപ്പെടുത്തുക. വഫറാഗക ഖബ്ല ശുഗ്ലിക്, ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുക. ഖബ്ല ശുഗ്ലിക്, ജോലിയിൽ വ്യാപൃതരാകുന്നതിന് മുമ്പ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ ഉണ്ടാകും പലപ്പോഴും. ആ ഒഴിവ് സമയം വെറുതെ അലസരായി, ഒന്നും ചെയ്യാതെ നിർനിമേഷരായി, ഇതികർത്തവ്യമൂഢരായി, ഒന്നും ചെയ്യാനില്ലാതെ ഇനാക്റ്റീവായി ഇരുന്നിട്ട്
പിന്നെ മറ്റുള്ള സമയത്തേക്ക് ചെയ്യാം നീട്ടിവെക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ ഭൂഷണമല്ല. അപ്പോൾ ഒഴിവ് സമയങ്ങൾ നിഅമതാനി മൗബൂനു ഫീഹിമാ കസീറും മിനൻ നാസ് സിഹത്തു വൽ ഫറാഗ് എന്ന മറ്റൊരു ഹദീസിലുണ്ടല്ലോ. അധിക ജനങ്ങൾക്കും നഷ്ടം സംഭവിച്ചു പോകുന്ന രണ്ട് വലിയ നിഅമത്തുകളാണ് ആരോഗ്യവും അതുപോലെ ഒഴിവ് സമയവും. അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യം, ഒഴിവ് സമയം. അപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം, അതുപോലെ ഒഴിവുള്ളപ്പോൾ ആ ഒഴിവ് വേള അത് ഉപയോഗപ്പെടുത്തുക. അത് ആ സമയങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യാതെ, അനുഷ്ഠാനങ്ങൾ ചെയ്യാതെ അലസരായിരുന്ന് മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. ഷബാബക ഖബല ഹറമിക്. യുവത്വമുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ കഴിയും. യുവത്വ കാലഘട്ടത്തിൽ, ചോരത്തിളപ്പുള്ള യുവത്വത്തിന്റെ ത്രസിപ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. പല കർമ്മങ്ങളും. അത് അമലുകൾ, ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ് എന്ന് മാത്രമല്ല. ഇസ്ലാമിന്റെ വീക്ഷണപ്രകാരം അമലുകൾ എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ് അതിന്റെ പ്രതലം, അതിന്റെ തലം. വലൈസത്തുഖാ ഫിദ്ദീനി മഖ്സൂറതൻ അല സ്വലാത്തി മുസല്ലിൻ ഔ അലാ സൗമി സുവമി എന്ന ഒരു കാവ്യശകലം പറയുന്നത് പോലെ നിസ്കാരത്തിലോ നോമ്പിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല തഖ്വ. മറിച്ച് അതിന് ഒരുപാട് കർമ്മങ്ങളുണ്ട്. സാമൂഹ്യ രംഗത്ത്, അതുപോലെ പൊതുരംഗത്ത് ഒക്കെ ഒരുപാട് സേവനങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ അമലുകളിൽ പെടും. ഖൈറുന്നാസി അൻഫഅഹും ലിന്നാസ്, ജനോപകാരപ്രദമായ കാര്യങ്ങൾ, പൊതുപ്രവർത്തനങ്ങൾ, ജനസേവനങ്ങൾ ചെയ്യലൊക്കെ അമലുകളാണ്. ഓരോ സമയത്തും ആ സമയത്ത് ചെയ്യാൻ കഴിയുന്നത്, ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയം, പ്രളയം ഉണ്ടാകുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, രോഗകാലഘട്ടം ഉണ്ടാവുക, അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ. ആ സമയത്ത് അപ്പോൾ ചെയ്യേണ്ട അമലുകൾ, അത് ജനസേവനമാവാം, പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ദുരിതങ്ങൾ അകറ്റലാവാം, അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും അമലുകൾ ചെയ്യേണ്ട സമയത്ത് അമലുകൾ ചെയ്യുക. ഫർളായിനായ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ, ഒരു ഉപേക്ഷയും വരുത്താതെ എന്നർത്ഥം. അതുപോലെ വഗിനാക ഖബല ഫഖ്രിക്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ, സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിൽ എന്നും ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അൽ മാലു ദില്ലുൻ സായിലു എന്നാണല്ലോ അബുല്ലത്താഹിയുടെ കവി അബുല്ലത്താഹിയുടെ വാക്ക് പറഞ്ഞതുപോലെ, സൂചിപ്പിക്കുന്നത് പോലെ, അൽ മാലു ദില്ലുൻ സായിലു, നീങ്ങുന്ന ഒരു തണലാണ് സമ്പത്ത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തുക. പാവപ്പെട്ടവർക്ക് വല്ലതും കൊടുക്കാനോ, സഹായങ്ങൾ ചെയ്യാനോ, ദാനധർമ്മങ്ങൾ ചെയ്യാനോ ഒക്കെ ഉപയോഗപ്പെടുത്തുക. അതിനാക്ക കബല ഫഖരി, കാരണം നാളെ ദാരിദ്ര്യം വന്നുകൂടായികയില്ലല്ലോ. ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യ കാലം ഉപയോഗപ്പെടുത്തുക, സമൃദ്ധിയുടെ കാലം ഉപയോഗപ്പെടുത്തുക. ഈ ഹദീസ് ഇമാം ഹാക്കിം, അതുപോലെ ബൈഹഖി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിൽ നിന്ന് ഇവരൊക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. അതുപോലെ ഇമാം അഹ്മദ്, അബു നഈം, ബൈഹഖി ഇവരൊക്കെ അമർ ബിൻ മൈമൂൻ എന്നിവരിൽ നിന്നും റിവായത്ത് ചെയ്ത ഹദീസുകളാണ്. അതുപോലെ ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ഇൻഷിഖാഖ്, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീഹ്, നേരത്തെ പറഞ്ഞ ആയത്തുകൾക്ക് പുറമെ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും നിരന്തരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം, അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള അമലുകൾ, കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ സമയവും. ഒരിക്കൽ പോലും ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം പിന്നേക്ക് എന്ന് വെക്കരുത്. ഒഴിവ് നമ്മൾ ഉണ്ടാക്കിയാൽ ഒഴിവുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഒഴിവില്ല, ഇപ്പം ഞാൻ ബിസിയാണ്, അല്ലെങ്കിൽ തിരക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ്സിൻ്റെ തിരക്കാണ്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ തിരക്കാണ്, ജോലി തിരക്കാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർമെൻറ്റിൻ്റെ കാലഘട്ടം വരുമ്പോൾ, അങ്ങനെ പലരും പറയാറുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്, റിട്ടയർമെൻറ്റിൻ്റെ കാലഘട്ടം, അന്ന് ജോലിയൊന്നും ചെയ്യാനില്ലല്ലോ, അന്ന് ജോലിയൊന്നുമില്ല, ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം പിന്നെ എപ്പോഴും പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ ഇരുന്ന് അമലുകളും വിവാദത്തുകളും എപ്പോഴും ദിക്റുകളും ഖുർആൻ പാരായണവും സുന്നത്തുകളും ഒക്കെ ആയിട്ട് അപ്പോൾ കൂടാ, ഇപ്പോൾ കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് നീക്കി വെക്കുക. എന്തുറപ്പാണുള്ളത് റിട്ടയർമെൻറ്റ് കാലഘട്ടം എന്ന ഒരു കാലഘട്ടം വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന്? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു വദ്നാ മിൻ ശിറാകീന അലൈഹി. ഓരോ മനുഷ്യനും ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോഴൊക്കെ കുല്ലും മുസബ്ബഹും ഫീ അഹ്ലിഹി, എല്ലാ സമയത്തും നടത്തും. വൽ മൗതു വദ്നാ മിൻ ശിറാകീന അലൈഹി, ഒരാൾ തൻ്റെ കാലിൽ അണിഞ്ഞ ചെരുപ്പിൻ്റെ വാറ്, ചെരുപ്പിൻ്റെ വള്ളി അവൻ്റെ കാലിനോട്, അവൻ്റെ ശരീരത്തോട് എത്രത്തോളം അടുത്ത് നിലകൊള്ളുന്നുവോ അത്രയും സമീപസ്ഥമായി ഓരോ മനുഷ്യൻ്റെ ഗുണവും മരണമുണ്ട്. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. ഉറങ്ങാൻ കിടന്നവർ പലപ്പോഴും രാവിലെ എണീക്കുന്നില്ല, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടായിരുന്നവർ പലപ്പോഴും രാവിലെ കാണാനില്ല, ലോകത്ത് ജീവിച്ചിരിപ്പില്ല. രാവിലെ ഉണ്ടായിരുന്നവർ വൈകുന്നേരത്തിനില്ല. ഇങ്ങനെ എത്രയോ. തഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വ സവാനി, മറ്റൊരു കാവ്യശകലം.
ദഖാത്തു ഖൽബിൽ മർഇ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ ഖായിലത്തുല്ലഹു, അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇന്നൽ ഹയാത, നിശ്ചയം ജീവിതം, ദഖായിഖു, അത് ഒരു പിടി മിനിറ്റുകളാണ്, വസവാനി, സെക്കൻഡുകളുമാണ്. മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയും പേര് മാത്രമാണ് ജീവിതം എന്ന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ വരികളുണ്ടല്ലോ, തസവ്വദ് മിനത്ത് തഖ്വാ ഫഇന്നക ലാ തദ്രി ഇദാ ജുന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി ഫകം മിൻ അറൂസിൻ സയ്യനുഹാ ലിഉർസിഹാ വഖദ് ഖൂബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി ഫകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അർവാഹുഹും ളുൽമത്തൽ ഖബ്രി ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി فكم من سقيم عاش هينا من الدهر وكم من فتى يمسي ويصبح ضاحكا وقد نوسجت أكفانه وهو لا يدري فداوم على تقوى الإله فإنها أمان من اللهوال في موقف الحشر. ഇങ്ങനെ ദീർഘമായ വരികൾ, ഈ വരികളുടെയൊക്കെ തന്നെ സന്ദേശവും അതാണ്. ഷാഫി ഇമാം പറയാണ്, തസവ്വദ് മിനത്ത് തഖ്വ, തഖ്വയിൽ നിന്ന് നീ പാഥേയം ഒരുക്കിക്കൊള്ളുക. തഖ്വയാകുന്ന പാഥേയം, തഖ്വ എന്ന പാഥേയം നീ സമ്പാദിച്ചു കൊള്ളുക, ഒരുക്കി വെക്കുക. ഫഇന്നക ലാ തദ്രി, കാരണം നിനക്കറിയില്ല, ഇദാ ജുന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, രാത്രിയായി കഴിയുമ്പോൾ പിറ്റേന്ന് വരെ താൻ ജീവിച്ചിരിക്കുമോ എന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷണികമാണ് ആയുസ്. ഫകം മിൻ അറൂസിൻ സയ്യനുഹാ ലിഉർസിഹാ വഖദ് ഖൂബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി എന്ന് പറഞ്ഞാൽ വിവാഹം കാത്തിരിക്കുന്ന എത്രയോ മണവാളന്മാർ അല്ലെങ്കിൽ എത്രയോ മണവാട്ടിമാർ ലൈലത്തുൽ ഖദറിൽ അവരുടെ റൂഹ് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിവാഹ സങ്കല്പങ്ങളോ മറ്റു സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ്, സഫലമാക്കപ്പെടുന്നതിന് മുമ്പേ മരണം വരിച്ചവർ എത്ര പേർ. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം വഖദ് ഉദ്ഖിലത് അർവാഹുഹും ളുൽമത്തൽ ഖബ്രി, എത്ര ചെറിയ പൈതങ്ങൾ, അവർ ഒരുപാട് കാലം ജീവിക്കുമെന്ന സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ അവരുടെ ഉറ്റവർക്ക്, ഉടയവർക്ക്, മാതാപിതാക്കൾക്കോ മറ്റോ ഒക്കെ ഉണ്ടായി. പക്ഷേ അത്രയും കാലമൊന്നും അവർ ജീവിച്ചില്ല, കുട്ടിക്കാലത്തെ അവർ മരണപ്പെട്ടു പോയി. അങ്ങനെ എത്ര വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി, എത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരായ യുവാക്കൾ, എത്രയോ ആരോഗ്യമുള്ളവർ, അവർ ഒരു രോഗവും ഇല്ലാതെ പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു. എത്ര കണ്ടു നമ്മൾ. അതുപോലെ എത്രയോ രോഗികൾ, എത്രയോ കാലം അവർ രോഗശയ്യകളിൽ കിടന്നു, മരണം കാത്തു കിടന്ന് മരണം അവർ വന്ന് പുൽകാതെ ദീർഘകാലം അവർ ആയുസിന്റെ പിടിയിലായി, അല്ലെങ്കിൽ ആയുസ്സോടുകൂടി അവർ നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ എത്രയും പെട്ടെന്ന് ആരോഗ്യ ദൃഢഗാത്രന്മാരായി തോന്നിയിരുന്ന ആളുകൾ, ഒരുപാട് കാലം ജീവിക്കുമെന്ന് അവരും മറ്റുള്ളവരും ഒക്കെ പ്രതീക്ഷിച്ച ആളുകളോ പെട്ടെന്ന് തന്നെ ഉച്ചക്കസ്തമിച്ച സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് അവർ കൊഴിഞ്ഞു വീഴുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കാണുന്നതാ. ഫകം മിൻ ഫത അംസ വഅസ്ബഹ ളാഹിക വഖദ് നൂസിജത് അഖ്ഫാനുഹു വഹുവ ലാ യദ്രി, ചിരിയും കളിയും തമാശയുമായി നടന്ന എത്ര ചെറുപ്പക്കാർ പെട്ടെന്നനെയാണ് അവരുടെ അഖ്ഫാനുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മരണം പെട്ടെന്നാണ് സംഭവിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ദീർഘിച്ചു പോകുന്ന വാക്കുകളാണ്. ഫഖദ് ഫദാബിം അലാ തഖ്വൽ ഇലാഹി ഫഇന്നഹ അമാനും മിനൽ അഹ്വാലി ഫി മൗഖിഫിൽ ഹശ്രി, തഖ്വയാണ്, തഖ്വയോടുകൂടി ലഭ്യമായ എല്ലാ സമയവും, മനുഷ്യജീവിതത്തിൻ്റെ സമയ തന്മാത്രകൾ അത്രയും ഇലാഹിയായ ചിന്തയിലും അള്ളാഹുവിന് വേണ്ടിയുള്ള അമലുകളിലും ഇബാദത്തുകളിലും വ്യാപൃതരാവണം എന്ന സന്ദേശമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ വാക്കുകളിലൂടെ പറഞ്ഞു തരുന്നത്.